നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബർ കർഷകർക്ക് വീണ്ടും നല്ല കാലം. റബ്ബറിൻ്റെ വില കൂടുന്നത് പോലെ ഇതിനും വില കൂടിയിരിക്കുകയാണ്. കിലോയ്ക്ക് നേരത്തെ 400 രൂപ മുതൽ 500 രൂപ വരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ 1200 രൂപയിലോട്ട് കുതിച്ചു കയറിയിരിക്കുകയാണ്. ഇതിപ്പം കർഷകരെല്ലാം വിളവെടുക്കാൻ വേണ്ടിയിട്ട് റബ്ബർ തോട്ടങ്ങളിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബർ മരങ്ങൾക്കിടയിൽ കാട് പിടിച്ച് വളരും. കിലോയ്ക്ക് 1200 രൂപ വരെ വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതി. റബ്ബർ മരത്തിൻ്റെ പോഷണത്തിനായി വളർത്തുന്ന തോട്ടപ്പയർ കർഷകന് പൊന്നായി മാറുന്നു. റബ്ബർ വില കുത്തനെ ഇടിഞ്ഞ് നടുവൊടിയുമ്പോൾ മരത്തിനല്ലാതെ ആർക്കും ഗുണമില്ലാതെ കാട് പിടിക്കുന്ന തോട്ടപ്പയറിൻ്റെ വിത്തിന് കിലോയ്ക്ക് 1200 രൂപ വരെയുണ്ട് വില. ബീൻസിൻ്റെ രൂപത്തിലെ വിത്ത് കായ ഉണക്കിയെടുക്കുന്ന പരിപ്പിന് മലഞ്ചരക്ക് കടയിൽ വലിയ ഡിമാൻഡാണ്. പയർ വിറ്റ് ദിനം 1500 രൂപ വരെ സമ്പാദിക്കുന്നവരുണ്ട്. ഈരാറ്റുപേട്ടയിലാണ് തോട്ടപ്പയറിൻ്റെ മൊത്ത കച്ചവടം. പാലക്കാടുള്ള ഏജൻസിക്കാണ് ഇവ കൈമാറുന്നത്. വിത്തിൽ നിന്ന് മരുന്ന് നിർമ്മാണത്തിനായി രാസഘടകങ്ങൾ വേർതിരിച്ചെടുക്കാനാണ് വിത്ത് ഉപയോഗിക്കുന്നുവെന്നാണ് വിവരം. വിത്തുകൾ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നത്. ഔഷധ നിർമ്മാണത്തിന് വേണ്ടതെന്നല്ലാതെ മറ്റ് വിവരങ്ങളൊന്നും കച്ചവടക്കാർക്ക് അറിയില്ല. ആർത്തവ വിരാമ സംബന്ധമായ പ്രശ്നങ്ങൾ, അൾസർ, ത്വക്ക് രോഗങ്ങൾ, കുടൽ രോഗം, ഈസ്ട്രജൻ ശോഷണം തുടങ്ങിയ ചികിത്സയ്ക്കുള്ള മരുന്നുകളുടെ പ്രധാന ഘടകങ്ങളിൽ വിത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ടെന്നാണ് സൂചന. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് വിത്തുണ്ടാക്കുക. വെയിലത്തുണക്കി ഒന്ന് അമർത്തിയാൽ വിത്ത് വീഴും. വേനൽ മഴ ലഭിക്കുന്നതോടെ വിപണി മങ്ങും. റബ്ബർ തോട്ടങ്ങൾ കുറയുന്നതും പൈനാപ്പിൾ കൃഷി വ്യാപകമാകുന്നതും തോട്ടപ്പയറിൻ്റെ ലഭ്യത കുറയ്ക്കുന്നുണ്ട്. റബ്ബർ തോട്ടങ്ങളിൽ മണ്ണിൽ നൈട്രജൻ പോഷകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും വരൾച്ച തടയുന്നതിനുമാണ് തോട്ടപ്പയർ വളർത്തുന്നത്. പരിചരണം ആവശ്യമില്ല. വേനൽക്കാലത്തിന് മുന്നോടിയായി പുഷ്പിക്കും. അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ആവശ്യക്കാരുള്ള തോട്ടപ്പയർ കൃഷി ശ്രദ്ധിച്ചാൽ മികച്ച വരുമാന മാർഗമാക്കാം. ഇപ്പം കൂടുതൽ ആൾക്കാരും ഈ റബ്ബർ തോട്ടങ്ങളിൽ പയർ പറിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവർക്കൊരു അധിക വരുമാനമാണെന്നാണ് പറയുന്നത്. അതുപോലെ ടാപ്പിംഗ് തൊഴിലാളികളും ടാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പയർ പറിക്കാനായിട്ട് പോവുകയാണ്. അവർക്കും മികച്ച വരുമാനം ലഭിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ എല്ലാ തോട്ടങ്ങളിലും കാട് പിടിച്ച് ഇതേപോലെ തോട്ടപ്പയർ കിടക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ തോട്ടപ്പയർ കയറാനുണ്ടായ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പശു വളർത്തൽ വളരെ കുറവായിരിക്കുകയാണ്. ഇപ്പോൾ പലരും ഈ പശു വളർത്തൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുമൂലം റബ്ബർ തോട്ടങ്ങളിൽ ഇതേപോലെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ തോട്ടപ്പയറിൻ്റെ ഡിമാൻഡ് എങ്ങനെയാണ്? നിങ്ങളൊക്കെ ഇത് പറിച്ച് കൊടുക്കാറുണ്ടോ? അതുകൂടി കമൻറ്റായിട്ട് അറിയിക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ടാവും. അപ്പോൾ അവരും ഇതുപോലെ തോട്ടപ്പയർ പറിച്ച് സമ്പന്നരാകട്ടെ. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.